ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് കാര്യം പറഞ്ഞതും അവർ വിവാഹം കഴിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റിന് എഴുതി കൊടുത്തത്. ടെസ്റ്റ് ചെയ്തതിന് ശേഷം റിസൾട്ട് കാത്തിരിക്കുകയാണ് അവർ രണ്ടുപേരും. രണ്ടുപേർക്കും അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്നുള്ള ആകാംക്ഷയുണ്ട്. ഇച്ചായ, അവൻ്റെ അടുത്തിരിക്കുകയായിരുന്ന സേറ അവനെ നോക്കിക്കൊണ്ട് വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നോട് ഇച്ചായൻ ഇപ്പോഴും ദേഷ്യമാണോ? സത്യമായിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഈ മുടി വെട്ടിയത്. അവരോട് ഞാൻ പറഞ്ഞതാ ഒരുപാട് ലെങ്ത് ഒന്നും കുറയ്ക്കല്ലേന്ന്, കുറച്ച് വെട്ടി തന്നാൽ മതിയെന്ന്. പക്ഷെ വെട്ടിയ പെണ്ണൊരു നേപ്പാളിയായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ അബദ്ധം പറ്റിപ്പോയത്, സോറി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു. സാരമില്ല, മുടിയല്ലേ, വളർന്നോളും. അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവളും അവനെ നോക്കി ചിരിച്ചു. അവനിപ്പോൾ അവളുടെ കാര്യത്തിൽ ത്രില്ലടിച്ചിരിക്കുകയാണെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു. റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കണേ എന്ന് അവളും ഒരു നിമിഷം മനസ്സിൽ ആഗ്രഹിച്ചു. ഇച്ചായനെ ഞാൻ മുടി സ്മൂത്ത് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അവൾ ചിരിച്ചുകൊണ്ട് അവനോട് വീണ്ടും ചോദിച്ചതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല സേറ, നിനക്കിതൊന്നും ചേരാത്തത് കൊണ്ടാ. നിനക്ക് ആ സ്പ്രിങ് പോലെ കിടക്കുന്ന മുടിയാ ചേർച്ച. ഇങ്ങനെ സ്മൂത്ത് ചെയ്തിടുന്നത് നിനക്ക് ചേരില്ല. കുഞ്ഞുനാൾ മുതലേ ഞാൻ നിന്നെ കണ്ടു തുടങ്ങിയത് ആ മുടിയോടുകൂടിയാ. എനിക്കതുകൊണ്ട് ആ മുടിയോടായിരുന്നു ഇഷ്ടം. അതുകൊണ്ടാണ് നീ ഇങ്ങനൊരു താല്പര്യം പറഞ്ഞപ്പോഴും ഞാൻ വേണോ എന്നുള്ള അർത്ഥത്തിൽ നിന്നോട് ചോദിച്ചത്. പിന്നെയും നീ എന്നോട് ചോദിച്ചപ്പോൾ നിന്റെ ആഗ്രഹമല്ലേ, ഞാനായിട്ടത് വേണ്ടെന്ന് വെക്കണ്ടെന്ന് കരുതി. അതുകൊണ്ടാണ് പോയി ചെയ്തോളാൻ പറഞ്ഞത്, അല്ലാതെ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു. എനിക്കത് മനസ്സിലായി. എൻ്റെ ആഗ്രഹം വേണ്ടെന്ന് വെക്കേണ്ടെന്ന് കരുതിയിട്ട് തന്നെയാണ് ഇച്ചായൻ അത് പറഞ്ഞതെന്ന് അവളും ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ഒന്ന് പുഞ്ചിരിച്ചു. സേറ, അവൻ വിളിച്ചതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പോസിറ്റീവ് ആയിരിക്കുമോ? സന്തോഷത്തോടെ അതിലുപരി ആകാംക്ഷയോടെ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ആയിരിക്കുമെന്ന് എൻ്റെ മനസ്സും പറയുന്നു ഇച്ചായ. എനിക്ക് ഇതുവരെ ഈ മാസം പീരീഡ്സ് ആയിട്ടില്ല. അവൾ അവനെ നോക്കി പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു. രണ്ടുപേരും ഏകദേശം ഉറപ്പിച്ചിരുന്നു അവർക്കിടയിലേക്ക് ഒരു കുഞ്ഞുവാവ വരുന്നുണ്ടെന്ന്. അവൻ അവളെ ഒന്ന് നോക്കിയതും സേറ അവനെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അവനും ചെറുചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. സേറ ഫ്രാൻസിസ്. അവർ രണ്ടുപേരും കൂടി ഡോക്ടറിനെ കാണാൻ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ഒരു സിസ്റ്റർ ഡോക്ടറിന്റെ റൂമിന്റെ വാതിലിൽ നിന്നുകൊണ്ട് വിളിച്ചത്. അത് കേട്ട് അവർ രണ്ടുപേരും ആ സിസ്റ്ററിന്റെ മുഖത്തേക്ക് നോക്കി. സേറയാണോ? അവർ നോക്കുന്നത് കണ്ട് സിസ്റ്റർ സംശയത്തോട് ചോദിച്ചു. അതെ, സേറ മറുപടി പറഞ്ഞു. വന്നോളൂ. അവരകത്തേക്ക് അവരെ ക്ഷണിച്ചതും അവർ രണ്ടുപേരും എഴുന്നേറ്റ് ഡോക്ടറിന്റെ മുറിയിലേക്ക് നടന്നു. ഇരിക്കെ. അവർ ഡോക്ടറിന്റെ മുറിയിലേക്ക് ചെന്നതും ഡോക്ടർ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവർ രണ്ടുപേരും അവിടേക്കിരുന്നു. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, സേറ പ്രഗ്നന്റ് ആണ്. അവർ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു. അത് കേട്ട് സേറ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കൈകളിൽ പിടിമുറുക്കി. ഫസ്റ്റ് പ്രഗ്നൻസി അല്ലേ? അവർ സംശയത്തോടെ അവരോട് ചോദിച്ചു. അതെ ഡോക്ടർ, അവർ മറുപടി പറഞ്ഞു. സൂക്ഷിക്കണം, നല്ലോണം കെയർ ചെയ്യണം. അവർ പറഞ്ഞതും അവർ രണ്ടുപേരും തലയാട്ടി. വേറെ കുഴപ്പമൊന്നുമില്ല, ഫസ്റ്റ് സ്കാനിങ് ഞാൻ എഴുതിയിട്ടുണ്ട്, അന്ന് വരണം. അവർ അവരെ നോക്കി പറഞ്ഞതും അവർ തലയാട്ടിയിരുന്നു. ഈ ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഡോക്ടർ അവരോട് വിശദമായി പറഞ്ഞു കൊടുത്തു. ഇച്ചായ. ഡോക്ടറിന്റെ മുറിയിൽ നിന്നും ഇറങ്ങിയതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. നമ്മുടെ കുഞ്ഞ്. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. അത് കേട്ട് അവൾ ഒന്നുകൂടി തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു. അവരിരുവരും അന്നത്തെ ദിവസം സന്തോഷത്തിലായിരുന്നു. പോകുന്ന വഴിക്ക് അവൻ അവൾക്ക് ഐസ്ക്രീമും മറ്റും വാങ്ങിക്കൊടുത്തു. കുടുംബത്തിൽ അതിൻ്റെ പിറ്റേന്ന് ആഘോഷത്തിന്റെ ദിവസമായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞ് വിവാഹം കഴിക്കാനിരിക്കുന്ന മിത്ര ഉൾപ്പെടെ ഈ കാര്യം അറിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നിരുന്നു. എന്തായാലും ഇങ്ങനൊരു കാര്യമുള്ളതുകൊണ്ട് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇവള് രക്ഷപ്പെട്ടു അല്ലേടി? മിത്ര ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. എന്നാലും എൻ്റെ സേറ, നീ നിന്റെ മുടിയോട് കാണിച്ചത് വലിയ ക്രൂരതയായിപ്പോയി. ഇത്രയൊന്നും വേണ്ടായിരുന്നു. ഗിരിയും അവളെ കളിയാക്കി. ഗിരിയേട്ടാ, ഇങ്ങനെ ശവത്തിൽ കുത്താതെ, ഈ സന്തോഷത്തിൽ അതൊന്നും മറന്നു വരുമായിരുന്നു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. രണ്ടിൻ്റെ രീതികൾ കണ്ടപ്പോൾ ഞാൻ കരുതി ഇതിൻ്റെ പേര് രണ്ടും കൂടി ഇനി വഴക്കായിരിക്കുമെന്ന്. എന്തായാലും അതിനു മുമ്പേ ഇങ്ങനൊരു ബോംബ് പൊട്ടിച്ചതുകൊണ്ട് കാര്യമായി. സേറയുടെ മമ്മി അവരെ നോക്കി പറഞ്ഞതും അവരും ചിരിച്ചു. ക്രിസ്റ്റി, നീ എന്താടാ ഒന്നും മിണ്ടാതിരിക്കുന്നേ? നിനക്കൊന്നും പറയാനില്ലേ? അവൻ മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് ഗിരി സംശയത്തോടെ അവനോട് ചോദിച്ചു. ഇനി ഞാൻ എന്ത് പറയാനാടാ? അപ്പ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വന്നിരുന്നു. അപ്പം മാത്രമല്ല, ഇപ്പോഴെനിക്ക് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയൊരു ഗിഫ്റ്റാ അവൾ എനിക്ക് തരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ അങ്ങ് ക്ഷമിച്ചു. ക്രിസ്റ്റി അത് പറയുമ്പോൾ അവൻ്റെ നെഞ്ചോട് ചേർന്ന് അവളും ഉണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ സേറയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് ക്രിസ്റ്റി. അവൾ ചിരിയോടെ അവൻ്റെ തലയിൽ തലോടി കൊടുക്കുന്നുണ്ട്. അവനാണെങ്കിൽ അവളുടെ നഗ്നമായ വയറിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. ഇത് കുറേ നേരം ആയാലും എൻ്റെ ഡ്രസ്സും പൊക്കി വെച്ച് വയറ്റിലേക്ക് നോക്കി കിടക്കുന്നു. കുഞ്ഞപ്പനോട് എന്തെങ്കിലും പറയുന്നുണ്ടോ? സേറ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ, അവൻ പറയുവാ, അവനും കൂടി വന്നിട്ട് മമ്മി മുടി മുറിച്ചതിന് നല്ല തല്ലു കൊടുക്കാന്ന്. അവൾ ചോദിക്കുന്നത് കേട്ട് അവൻ മറുപടി പറഞ്ഞു. അതിന് മോനാണെന്ന് ക്രിസ്റ്റി ഉറപ്പിച്ചോ? അവൾ കുറുമ്പോടെ അവനോട് ചോദിച്ചു. മോനായാലും മോളായാലും എനിക്കൊന്നുമില്ല സേറ, ഒരാപത്തും കൂടാതെ ഇങ്ങ് വന്നാൽ മതി. അവനും തിരിച്ച് അവളോട് പറഞ്ഞു.
ഇച്ചായ, എനിക്കാണെങ്കിൽ ഇത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മൾ പപ്പയും മമ്മിയാകാൻ പോവുകയാണെന്ന്. ഇച്ചാൻ ഇത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നോ? അവൾ സംശയത്തോടെ അവൻ്റെ തലയിൽ തലോടി ചോദിച്ചു. എക്സ്പെക്റ്റ് ചെയ്തിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞും കൂടി വരണമെന്ന്. അത് ഇത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് ഞാനും കരുതിയില്ല. അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി മറുപടി പറഞ്ഞു. അത് ചിലപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും നമുക്ക് വേണ്ടി അവിടെ റെക്കമെൻഡ് ചെയ്ത് കാണും. അത് കേട്ടതും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൻ സംശയത്തോടെ അവളെ നോക്കി. അന്ന് അവരെ കാണാൻ കല്ലറയിൽ ചെന്നപ്പോൾ ഇച്ചാൻ പറഞ്ഞില്ലേ ഒരു കുഞ്ഞുമാവയെ കൂടി ഞങ്ങൾക്ക് തരണമെന്ന്. ചിലപ്പോൾ അവരതങ്ങ് സീരിയസ് ആയിട്ട് എടുത്തിട്ട് മാതാവിനോട് പറഞ്ഞു കാണും. അതാ ഇത്രയും പെട്ടെന്ന് നമുക്കൊരു വാവ വരാൻ പോകുന്നത്. അവൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ആഹാ, എൻ്റെ സേറ തമാശയൊക്കെ പറയാൻ തുടങ്ങിയല്ലോ. മുടിവെട്ടിയപ്പോൾ ഇതിനകത്ത് ആൾതാമസമൊക്കെ വന്നോ? അവളുടെ മടിയിൽ നിന്നും എഴുന്നേറ്റിട്ടിരുന്ന് അവളുടെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് അവൻ ചോദിച്ചു. ഞാൻ തമാശയൊന്നും പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. അവൾ അവനെ നോക്കി ചിരിച്ചു. അപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത്? അപ്പച്ചനും അമ്മച്ചയും റെക്കമെൻഡ് ചെയ്തതുകൊണ്ട് മാത്രാ നമ്മുടെ വാവ വരുന്നതെന്നാണോ? അപ്പം ഞാൻ പണിയെടുത്തതിന് ഒരു വിലയില്ല അല്ലേ? അവനും തിരികെ അവളോട് ചോദിച്ചു. അയ്യേ, ഇച്ചൻ എന്തൊക്കെയാ പറയുന്നേ? ഒന്നും മിണ്ടാതിരുന്നേ. അവൾ അവൻ്റെ കയ്യിൽ പിച്ചിക്കൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. താങ്ക് യു സോ മച്ച് സേറ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. എന്തിനാ അവനിപ്പോൾ താങ്ക്സ് പറഞ്ഞത് എന്നുള്ള നോട്ടമായിരുന്നു അവളിൽ ആ നിമിഷം ഉണ്ടായിരുന്നത്. എൻ്റെ ലൈഫിലേക്ക് വന്നതിന്, ഞാൻ തെറ്റ് ചെയ്തു എന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും അത് വിശ്വസിക്കാതെ എനിക്ക് വേണ്ടി നീ കാത്തിരുന്നതിന്, അവസാനം എൻ്റെ ലൈഫ് പൂർണ്ണമാക്കി തന്നതിന്, അത് പറഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ കൈയെടുത്ത് അവളുടെ വയറ്റിലേക്ക് വെച്ചു. ഞാനല്ലേ ഇച്ച എന്നോട് താങ്ക്സ് പറയണ്ടേ? എന്നെ ഇത്രയും സ്നേഹിച്ചതിന്, എന്നെ ഇങ്ങനെ കരുതുന്നതിന്. അവൾ അവൻ്റെ മുഖം തൻ്റെ ഇരു കൈകളിലും എടുത്തുകൊണ്ട് പറഞ്ഞതും അവൻ ഒരു ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ തലമുടി ഒന്ന് മാടി ഒതുക്കിക്കൊണ്ട് അവൾ അവൻ്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. ക്രിസ്റ്റി സേറയുടെ എല്ലാ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തും കൊണ്ടിരുന്നു. ഇന്നാണ് മിത്രയുടെയും ഗിരിയുടെയും മാരേജ്. ഗിരി വെള്ള കസവും മുണ്ടും ഷർട്ടുമാണ് വേഷം. അവളൊരു റെഡ് ചില്ലി കളർ സാരിയാണ്. അവൾ അവൻ്റെ വാമഭാഗത്ത് തന്നെ ഇരിക്കുകയാണ്. സേറയും ക്രിസ്റ്റിയും മണ്ഡപത്തിന്റെ ഫ്രണ്ടിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. സേറ ഒരു കരിമ്പച്ച കളർ സാരിയായിരുന്നു വേഷം. ഇരു കൈകളിലും ഓരോ സ്വർണ്ണവള വീതം ഇട്ടിട്ടുണ്ട്. കാതിലൊരു ജിമിക്കിയും കഴുത്തിൽ അവളുടെ മിന്നുമാലയോടൊപ്പം ഒരു ചോക്കറും ഇട്ടിട്ടുണ്ട്. കണ്ണുകൾ എഴുതിയൊരു കുഞ്ഞു പൊട്ട് തൊട്ടിട്ടുണ്ട്. മുടിയഴിച്ച് വെറുതെ ഇട്ടിരിക്കുകയാണ്. അവളുടെ തൊട്ടടുത്ത് തന്നെ അവനും ഇരിപ്പുണ്ട്. അവളുടെ അതേ കളർ ഷർട്ടും അതിൻ്റെ കരം മുണ്ടുമായിരുന്നു അവൻ്റെ വേഷം. അവർ രണ്ടുപേരും മണ്ഡപത്തിലിരിക്കുന്ന ഗിരിയെ മിത്രയെ നോക്കി ചിരിച്ചു. അവരും അവരെ ഇരുവരെയും നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. മുഹൂർത്തത്തിന് സമയമായതും ഗിരി താലി വാങ്ങി അവളുടെ നേരെ നീട്ടി. അവൾ കൈകൾ കൂപ്പിക്കൊണ്ട് കണ്ണുകൾ അടച്ചു. മുഹൂർത്തമായതും അവൻ അവളുടെ കഴുത്തിലേക്ക് താലി ചാർത്തി. എന്നും ദീർഘസുമംഗലിയായിരിക്കാൻ അവൾ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു. എന്തിനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. താലി കിട്ടിയതിനു ശേഷം അവൻ സിന്ദൂരം തൻ്റെ കൈകളിലെടുത്തു. ശേഷം അത് അവളുടെ നെറ്റിയിൽ ചാർത്തി കൊടുത്തതും 2 തുള്ളി കണ്ണുനീർ അവളുടെ കവളിൽ കൂടി ഒലിച്ചിറങ്ങി. അവനത് മനസ്സിലാക്കിയതും അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തു. അത് കണ്ട് മിത്രയുടെ അമ്മയും അച്ഛനും ക്രിസ്റ്റിയും സേറയും ഒക്കെ പുഞ്ചിരിച്ചു. അന്ന് രാത്രി ഗിരിയുടെ അമ്മ അടുക്കളയിലായിരുന്നു. അത് കണ്ട് മിത്ര അവരുടെ അടുത്തേക്ക് ചെന്നു. അമ്മ, ഞാൻ കഴുകാം. അവർ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുന്നത് കണ്ട് അവൾ അവരെ നോക്കി പറഞ്ഞു. തൽക്കാലം ഇന്ന് എൻ്റെ മോൾ ഇതൊന്നും ചെയ്യണ്ട. ഈ ഡ്രസ്സൊക്കെ നനച്ചിട്ട് ഇന്നിനി ഉറങ്ങാൻ പോകുന്നത്? അവർ ചോദിച്ചതും അവൾ ചിരിച്ചു കാണിച്ചു. ഹാളിൽ നിന്നും എഴുന്നേറ്റ് പോയോ? അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു. പോയി അമ്മേ. അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു. എങ്കിൽ പിന്നെ മോള് റൂമിലേക്ക് ചെല്ല്. അതും പറഞ്ഞ് അവർ അവളുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാലെടുത്തു കൊടുത്തു. അവൾ ചിരിച്ചുകൊണ്ട് അത് അവരുടെ കയ്യിൽ നിന്നും വാങ്ങി. ചെല്ല്. അവർ അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ ഹെൽപ്പ് ചെയ്യണ്ടാലോ? അവൾ വീണ്ടും ചോദിച്ചു. ഇന്നത്തെയും കൂടി കൂട്ടി നാളെ നല്ല പണി തരാം. ഇപ്പം മോള് ചെന്നാട്ടെ. അവർ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. പിന്നെ ഞാൻ എന്ത് കരുതുമെന്ന് വിചാരിച്ച് അലാറം ഒന്നും വെച്ച് രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരണ്ട. എപ്പോൾ എഴുന്നേക്കുന്നോ അപ്പോൾ വന്നാൽ മതി. അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൾ വീണ്ടും ചിരിച്ചുകൊണ്ട് തലയാട്ടി. പിന്നെ ആ പാലുമായിട്ട് അവൻ്റെ മുറിയിലേക്ക് നടന്നു. അവൾ മുറിയിലേക്ക് ചെന്നു. എന്നാൽ അവനെ അവിടെ മുറിയിലെങ്ങും കണ്ടില്ല. ഈ ഗിരിയേട്ടനിത് എവിടെ പോയി? അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് സംശയത്തോടെ ചുറ്റിനും നോക്കി. പെട്ടെന്ന് ആരോ പുറകിൽ നിന്നും അവളുടെ കണ്ണുകൾ രണ്ടും കൈകൾ കൊണ്ട് പൊത്തിപ്പിടിച്ചു. ഗിരിയേട്ടാ, അവൾ സംശയത്തോടെ വിളിച്ചു. മിത്ര. അവളുടെ കാതിൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പതിയെ വിളിച്ചതും അവൻ്റെ ശ്വാസത്തിൻ്റെ ചൂടിൽ അവളുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി. ഗിരിയേട്ട, വീട് എന്തേ കാണിക്കുന്നേ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. എന്നാൽ അതിനും മറുപടി ഒന്നും കൊടുക്കാതെ അവൻ അവളെയും കൂട്ടി കുറച്ച് മുൻപിലേക്ക് നടന്നു. പിന്നെ ഒരു കൈ കൊണ്ട് അവളുടെ ഇരു കണ്ണുകളും പൊത്തിപ്പിടിച്ചതിന് ശേഷം അവൻ അവളുടെ കയ്യിൽ നിന്നും ആ പാൽ ഗ്ലാസ് വാങ്ങി. പിന്നെ അതിൽ നിന്നും അവൻ കുറച്ച് കുടിച്ചതിന് ശേഷം ആ പാൽ ഗ്ലാസ് അവളുടെ ചുണ്ടിലേക്ക് അടുപ്പിച്ചു. കുടിക്ക്, അവൻ പതിയെ അവളോട് പറഞ്ഞു. ഗിരിയേട്ട എന്തേ കാണിക്കുന്നേ? എൻ്റെ കണ്ണിൽ നിന്ന് കൈയെടുക്കുക, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അവൾ അവനോട് പരാതി പോലെ പറഞ്ഞതും അവൻ ചിരിച്ചു. തൽക്കാലം നീ ഇത് കുടിക്ക്, അവൾ വീണ്ടും പറഞ്ഞതും അവൾ അതിൽ നിന്നും കുറച്ച് കുടിച്ചു. മതി.
അവൾ കൈ പൊക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ആ പാൽ ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചു. പോയി ഒരു കാര്യം എടുത്തിട്ട് വരുന്നത് വരെ നീ കണ്ണു തുറക്കരുത്, അവൻ അവളോട് പറഞ്ഞതും അവൾ നെറ്റി ചുളിച്ചു. എന്താ ഗിരിയേട്ടെ കാണിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൾ വീണ്ടും പരാതി പറഞ്ഞു. ഒരു സർപ്രൈസ് ഉണ്ട്, അതുകൊണ്ടാ പറഞ്ഞത്, അവൻ പറഞ്ഞു. എന്താ സർപ്രൈസ്, അവൾ വീണ്ടും ചോദിച്ചു. അതൊക്കെ പറയാം, നീ കണ്ണു തുറക്കോ ഇല്ലയോ, അവൻ വീണ്ടും ചോദിച്ചു. ഞാൻ കണ്ണു തുറക്കില്ല, സത്യം, അവൾ മറുപടി പറഞ്ഞു. എന്നോട് കള്ളത്തരം കാണിച്ച് കണ്ണു തുറന്നാൽ എൻ്റെ വാക്കിന് ഒരു വിലയും തരുന്നില്ല എന്നായിരിക്കും അതിൻ്റെ അർത്ഥം, അവൻ അവളോട് പറയുന്നത് കേട്ട് അവൾ ചിരിച്ചു. കണ്ണു തുറന്നാലല്ലേ, അവൾ ചിരിയോട് ചോദിച്ചു. അതെ, അവനും അവളെ നോക്കി മറുപടി പറഞ്ഞു. ഞാൻ തുറക്കില്ല, സത്യം, അവൾ പറഞ്ഞതും അവൻ അവളുടെ കണ്ണിൽ നിന്നും കൈകളെടുത്തു. അവൾ അതേപോലെ തന്നെ കണ്ണടച്ച് നിൽക്കുകയായിരുന്നു. അവൻ അവളെ ഒന്ന് നോക്കിയതിനു ശേഷം അലമാര തുറന്നു. പിന്നെ അതിൽ നിന്നും അവളുടെ ഒരു ഷോൾ എടുത്തു. ശേഷം അവളുടെ അടുത്തേക്ക് വന്ന് ആ ഷോള് കൊണ്ട് അവളുടെ കണ്ണുകൾ കെട്ടി. ഗിരിയേട്ടാ, വീണ്ടും അവളുടെ കണ്ണുകൾ അവൻ മൂടിക്കെട്ടിയതും അവൾ കുറുമ്പോടെ വിളിച്ചു. എന്താടി, അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇത് ചതിയാ കേട്ടോ, സർപ്രൈസ് തരാന്ന് പറഞ്ഞിട്ട് വീണ്ടും എൻ്റെ കണ്ണുകൾ എന്തിനിങ്ങനെ കെട്ടിവെക്കുന്നേ, അവൾ ചുണ്ടുകൾ ചുളുക്കി പറഞ്ഞു. അവൻ അതിന് മറുപടി ഒന്നും പറയാതെ അവളുടെ കയ്യിൽ പിടിച്ചു. പിന്നെ അവളെയും കൂട്ടി നടന്നു.